ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം തിരക്കുകളായി പോയതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ ഒന്നും ഇടാതിരുന്നത്. കാരണം അതിൻ്റെ കുറേ തിരക്കുകളൊക്കെ. അപ്പോൾ എന്താണ് തിരക്ക്, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, എൻ്റെ ലിങ്ക്ഡിൻ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ ആക്ച്വലി ജോബിന് കയറി. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഡെവോപ്സ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ യാത്രകൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേയധികം ലാഗിങ്ങും കാര്യങ്ങളും വന്നതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ വരാനൊക്കെ കുറച്ചധികം വൈകിപ്പോയി. സോ എനിവേ, നമുക്കതിലൂടെയൊക്കെ എന്തായാലും പോകാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കോണ്ടൻറ്റ് ഇതല്ല, അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റിയിട്ടുള്ള വീഡിയോ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ബിക്കോസ് ഐ എം നോട്ട് എ സ്റ്റുഡൻറ്റ് ഹു ഈസ് ഡയറക്ട്ലി പ്ലേസ്ഡ് ഫ്രം ദ ക്യാമ്പസ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ എങ്ങനെ ഈ ഒരു ജോബിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള എൻ്റെ ആ ഒരു കരിയറിൽ വന്ന ആ ഒരു മാറ്റം, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിലൂടെ നമുക്ക് ആക്ച്വലി പറഞ്ഞു നോക്കുക, അതിനെ കുറിച്ചിട്ട് ബെറ്റർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ മിനി പ്രോജക്റ്റ് അല്ലെങ്കിൽ മിനി പ്രോജക്റ്റിനെ പറ്റിയിട്ടുള്ള കുറേയധികം കാര്യങ്ങളായിരിക്കും നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് അതിൻ്റെ അകത്ത് വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ KT സ്റ്റുഡൻ്റ് ആയിരിക്കാം, പക്ഷേ നിങ്ങൾ ഏതൊരു കോഴ്സ് അല്ലെങ്കിൽ ഏതൊരു കോഴ്സിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴും നിങ്ങളതിൻ്റെ റെഗുലേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിലബസ് എടുത്ത് വായിച്ചു വെക്കുക എന്ന് പറയുന്നത് തികച്ചും വളരെ നല്ലൊരു കാര്യമായിരിക്കും. പക്ഷേ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ വായിച്ചിട്ടില്ലായിരുന്നു പല സമയങ്ങളിലും. ബട്ട് അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു മിനി പ്രോജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിലൂടെ ബേസിക്കലി ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷനുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാര്യം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം നിങ്ങൾക്ക് അറിയാം, ഇതൊരിക്കലും നിങ്ങൾ തിയറി പേപ്പേഴ്സ് എഴുതുന്നത് പോലെ എഴുതി സ്കോർ ചെയ്യുന്ന മാർക്കല്ല. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ടീം എഫേർട്ടുകൾ, നിങ്ങളുടെ ആ ഒരു ടീമിനെ മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, ഹൗ കോർഡിനേറ്റഡ് യു ആർ, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളാണ്. അത് നിങ്ങളൊരു ടീം പ്ലെയർ ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്ന രീതിയിലൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു രീതിയാണ് ഈ പറയുന്ന മിനി പ്രോജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ ഇയർ പ്രൊജക്റ്റിലും വരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് ആക്ച്വലി പാലിച്ചു പോകേണ്ട കുറേയധികം കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടിയിട്ടുള്ള മിനി പ്രോജക്റ്റിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് പ്രൊജക്റ്റ് ഡയറി എഴുതുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രൊജക്റ്റ് ഡയറിക്ക് ശേഷം നമ്മൾ ആക്ച്വലി പറയാനായിട്ട് പോകുന്നതാണ് ഈ പറയുന്ന ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ് ഇതിൻ്റെ അകത്തുള്ള ലിറ്ററേച്ചർ സർവേകൾ വായിക്കുക. അല്ലെങ്കിൽ അത് കുറേയധികം പേജസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ തന്നെക്കുറിച്ച് അങ്ങനെ കുറച്ച് ഏതെങ്കിലും മനസ്സിലാകാത്ത സ്റ്റേറ്റിലേക്ക് വരുവാണെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വായിക്കാം എന്നുള്ള കാര്യങ്ങളിലൂടെ ഞാൻ ആക്ച്വലി ഇതിലൂടെ പറഞ്ഞു പോകും. അപ്പോൾ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു PPT എടുത്ത് വെച്ച് കംപ്ലീറ്റ് വായിക്കുക എന്നുള്ള എല്ലാ കാര്യം. ചിലപ്പോൾ അത് കംപ്ലീറ്റ്ലി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അത് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ വായിച്ചെടുക്കാം, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ടൂൾസുകൾ നമ്മുടെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമുക്കിതിലൂടെ ഈ ഒരു വീഡിയോയിലൊക്കെ പരിചയപ്പെടാം. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ സ്ലൈഡ് ഉണ്ടാക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിങ്ങൾക്ക് സ്ലൈഡുകൾ കിട്ടുമ്പോഴുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ ചൂസ് ചെയ്യേണ്ടത് എങ്ങനത്തെ ടൈപ്പിലുള്ള സ്ലൈഡുകളാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം ഇതൊരു ഒരു എക്സ്റ്റേണലായിട്ട് ഒരാൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ടൈമിൽ സ്ലൈഡിൻ്റെ അതിൻ്റെ അകത്ത് വരുന്ന ഓരോ കാര്യങ്ങൾ, അതായത് സ്ലൈഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ടുകൾ, സ്ലൈഡിൻ്റെ ആ ഒരു തീം, ഇതെല്ലാം നമ്മുടെ പ്രൊജക്റ്റിനെയും നമ്മളെയും ബാധിക്കുന്ന കുറേയധികം കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ആൻഡ് അതെല്ലാം നമ്മളിതിലൂടെ വിശദീകരിച്ച് പറഞ്ഞു പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു സ്ലൈഡിൻ്റെ അകത്ത് വരുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യമായിരിക്കും നമ്മുടെ എന്ത് വീഡിയോ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് എ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പറയുന്ന കോഴ്സ്, അതായത് ഈ പറയുന്ന മിനി പ്രോജക്റ്റിൻ്റെ സിലബസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ബേസിക്കലി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവാലുവേഷൻ പ്രോസസ്സാണ്. കാര്യം നിങ്ങളുടെ മാർക്ക് ഇരിക്കുന്നത് ഈ ഒരു ഇവാലുവേഷൻ പ്രോസസ്സാണ്. അതിലാദ്യം പറയുന്ന എൻഡ് സെമസ്റ്റർ ഇവാലുവേഷനാണ്. ഓക്കെ, നമുക്ക് പറയാം. അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ. കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കോഴ്സ് അല്ലെങ്കിൽ മിനി പ്രൊജക്റ്റിൻ്റെ അകത്ത് നിങ്ങൾ എന്തായാലും ഒരു ഇവാലുവേഷൻ ഉണ്ടായിരിക്കും. അതായത് ഫസ്റ്റ് വീക്ക്, അതിനുശേഷം അടുത്തൊരു വീക്ക്, അങ്ങനെ ആ ഒരു വീക്കിലി വരുന്ന ഇവാലുവേഷൻ ആയിരിക്കും ഈ പറയുന്ന ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ബേസിക്കലി 2 തവണകളായിട്ടായിരിക്കും. അതായത് ഒരു ഫസ്റ്റ് റിവ്യൂ ഉണ്ടായിരിക്കും ആൻഡ് ദെൻ സെക്കൻഡ് റിവ്യൂ ഉണ്ടായിരിക്കും. ഫസ്റ്റ് റിവ്യൂ എന്ന് പറയുന്നത് ബേസിക്കലി അതിനകത്ത് പറയുന്നത്
ഡിസൈൻ സിസ്റ്റം ആൻഡ് ഐഡിയ, അതായത് നിങ്ങൾ ചൂസ് ചെയ്യപ്പെട്ട പ്രൊജക്റ്റ്. ഓക്കെ, ഓക്കെ നിങ്ങൾ ചൂസ് ചെയ്യപ്പെട്ട പ്രോജക്റ്റ്, ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഐഡിയ എത്രത്തോളം നല്ലൊരു ആശയമാണ്, നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ, അത് എത്രത്തോളം നല്ലൊരു ആശയത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അത് ഇപ്പോഴത്തെ ഒരു പ്രോബ്ലമായിട്ട് എത്രത്തോളം റിലവൻ്റ് ആയിട്ട് നിൽക്കുന്നു, ഇപ്പോഴുള്ള കാര്യങ്ങളിലേക്ക് ആസ്പദമാക്കിയിട്ടായിരിക്കും ഒന്നാമത്തെ റിവ്യൂ നടക്കുന്നത്. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് റിവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ആ പ്രൊജക്റ്റ് എത്രത്തോളം നല്ല രീതിയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിലുകൾ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് സെക്കൻഡ് റിവ്യൂവിൽ വരുന്നത്. അപ്പോൾ ഈ രണ്ട് റിവ്യൂസിൻ്റെ ആവറേജ് ആയിരിക്കും ബേസിക്കലി എന്തെന്ന് പറയുന്നത് ഈ ഒരു റിവ്യൂവിൻ്റെ മാർക്കായിട്ട്, അതായത് കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ്റെ മാർക്കായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു സീറോ റിവ്യൂ എന്ന് പറയുന്നത്, സീറോത്ത് റിവ്യൂ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് അത് ഉദ്ദേശിക്കുന്ന ഒരു ഫസ്റ്റ് റൗണ്ട് അതായിരിക്കും നിങ്ങളുടെ ഐഡിയ വിലയിരുത്തുക, അതായത് ബ്രെയിൻ സ്റ്റോം ചെയ്യുക, ഈ ഒരു ഐഡിയക്ക് ഇങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്ത് കുറച്ചൊരു ബെറ്റർ ആയിരിക്കും. ഓക്കെ, ആ ലെവലുള്ള ഒരു റിവ്യൂ ആണ് ബേസിക്കലി സീറോത്ത് ലെവൽ റിവ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അവസാനമായിട്ട് നമുക്ക് എൻഡ് സെമിസ്റ്റർ ഇവാലുവേഷൻ ഉണ്ട്. അത് ബേസിക്കലി എൻഡ് സെമിസ്റ്റർ ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് എക്സ്റ്റേണൽ എക്സാമിനറൊക്കെ വന്നിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആയിരിക്കും. ഓക്കെ, അതിവിടെ പറയുന്നുണ്ട് മിനി പ്രൊജക്റ്റ് ആയതുകൊണ്ട് എക്സ്റ്റേണൽ വരുമോ ഇല്ല എന്നുള്ളത് മിക്കവാറും ഡൗട്ടായിരിക്കും. ആൻഡ് അതിൻ്റെ അകത്ത്, അതായത് ആ ഒരു ലെവലിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് ഫങ്ഷനാലിറ്റി ആൻഡ് സ്പെസിഫിക്കേഷൻ, അതായത് നമ്മൾ ചെയ്യപ്പെട്ട പ്രൊജക്റ്റിൻ്റെ എത്രത്തോളം വർക്കിംഗ് ആണ്. ഓക്കെ, ആ ഒരു വർക്കിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ നമ്മളുടെ പ്രസൻറ്റേഷൻ, നമ്മൾ എത്രത്തോളം നല്ല രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്രത്തോളം നല്ല രീതിയിലാണ് നമ്മുടെ പ്രോജക്റ്റിനെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. ആൻഡ് നമ്മുടെ അതിൻ്റെ അകത്ത് നമ്മുടെ സൗണ്ട് ഉണ്ടായിരിക്കും, നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ നമ്മളടുത്തുള്ള ആൻസറബിൾ ആയിരിക്കും ഓരോ ക്വസ്റ്റിനും. ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ ശ്രദ്ധിക്കുന്ന ഒരു സെഷൻ ആയിരിക്കും അത്. അതുപോലെ നമ്മുടെ ഓറൽ എക്സാമിനേഷൻ, അതായത് നമുക്ക് പ്രൊജക്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, അതായത് ആ ഒരു പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ടീമുമായിട്ട് നിൽക്കും. അതിനുശേഷം നമ്മുടെ ഗൈഡ് നമ്മളോട് ചോദ്യം ചോദിക്കുക, നമ്മൾ ആ സമയത്ത് എത്രത്തോളം നല്ല രീതിയിലാണ് ഉത്തരം പറയുന്നത്. അതൊക്കെയാണ് ഈ പറയുന്ന ഓറൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇതൊരു വൈവേ അല്ല, പ്രൊജക്റ്റ് പ്രസൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൊരു അവസരമുണ്ട്. ആ ഒരു അവസരത്തെയാണ് ഓറൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ വർക്കിംഗ് നോളേജ് ഇൻവോൾവ്മെൻറ്റ്, ആ ഒരു പ്രൊജക്റ്റ് എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ എന്ത് ഇൻവോൾവ്മെൻ്റ് ആണ് ആ ഒരു പ്രൊജക്റ്റ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പ്രൊജക്റ്റിനെ പറ്റിയുള്ള ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആ പ്രൊജക്റ്റിൻ്റെ ഏത് ഭാഗത്താണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ കൈൻഡ് ഓഫ് ലൈക്ക് നിങ്ങൾ ഒരിക്കലും ഒരു പ്രൊജക്റ്റ്, ഒരു ടെക്നിക്കൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ ടെക്നിക്കൽ പ്രൊജക്റ്റിൽ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാതിരിക്കരുത്. കാര്യം എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ മാർക്കിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. കാര്യം ഒരു 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾ ആ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളതിൽ ഏകദേശം ഒരു ധാരണയുണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും, വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് അവസാനം നമുക്ക് 150 മാർക്സാണ് വരുന്നതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ 75, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇവാലുവേഷൻ 75. ഓക്കെ, പിന്നെ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് വരുന്നത്. അറ്റൻഡൻസിന് 10 മാർക്ക്, അതുപോലെ തന്നെ ഗൈഡ് തരുന്നത് 10 മാർക്ക്, പ്രോജക്റ്റ് റിപ്പോർട്ടിന് നമുക്ക് 10 മാർക്ക് ഉണ്ട്, ആൻഡ് ഇവാലുവേഷൻ ബൈ ദ കമ്മിറ്റി ദാറ്റ് വിൽ ബി ദ 14 മാർക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ എൻഡ് സെമിസ്റ്ററിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെമോൺസ്ട്രേഷൻ, പ്രൊജക്റ്റ് റിപ്പോർട്ട്, വൈവ കോഴ്സ്, അത് വൈവ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾ നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, എനിക്ക് ഇംഗ്ലീഷ് നല്ലതിന് അറിയില്ല, അപ്പോൾ അതുകൊണ്ട് കുറേയധികം പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതൊക്കെ മനസ്സിനെടുത്ത് മാറ്റുക. കാര്യം നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞേ പഠിക്കുകയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് അയ്യോ ഗ്രാമർ തെറ്റുമോ എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തയെ വേണ്ട. ജസ്റ്റ് നിങ്ങൾ സ്പീക്ക് ചെയ്യുക. അവിടെ നമ്മുടെ കൊളീഗ്സ് ഉണ്ടായിരിക്കും, അത് തെറ്റിപ്പോകുമോ എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ജസ്റ്റ് നിങ്ങൾ അങ്ങോട്ട് കയറി പറഞ്ഞേക്കും. ഓക്കെ, ആൻഡ് ഇതൊക്കെയാണ് ബേസിക്കലി വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഓക്കെ,
ഇനി നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന ടൈമിൽ ബേസിക്കലി നിങ്ങളൊരു പ്രൊജക്റ്റ് ഏരിയ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഒരു ഹോൾ സ്റ്റോറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം നിങ്ങളൊരു ഫൈനൽ ഇയർ പ്രൊജക്റ്റിലോട്ട് എത്തുമ്പോഴും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമായിരിക്കും അത്. ആ ഒരു ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ആക്ച്വലി നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് കയറി നോക്കാൻ കാര്യം അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അഗെയിൻ നമ്മളതിലൂടെ പോവുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ഡയറി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ശേഷം നമുക്ക് വേണ്ടൊരു കാര്യമാണ്, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യേണ്ടൊരു കാര്യമായിരിക്കും ഈ പറയുന്ന ലിറ്ററേച്ചർ റിവ്യൂ എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ അതെങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ. കുറേ പേജുകൾ കൊണ്ട് വായിക്കാനും പറ്റുന്നില്ല, വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നുമില്ല. ഈ ഒരു രീതിയിലാണ് നിങ്ങളതിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ അത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. ഐ നോ ദാറ്റ് റീഡിങ് എന്ന് പറയുന്നത് കാര്യം, റീഡ് ചെയ്ത ഓരോ പ്രോസസ്സുകളും നമ്മൾ കേൾക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. നിങ്ങൾക്കതെങ്ങനെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അതായത് ആ ഒരു ഹോൾ ആയിട്ടുള്ള പേപ്പർ എന്തിനെ പറ്റിയിട്ടാണ്, പേപ്പറിൽ വരുന്ന മെത്തഡോളജി എന്തിനെ പറ്റിയിട്ടാണ് എന്നുള്ള രീതികളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് AI ടൂൾസിൻ്റെ ഹെൽപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ആക്ച്വലി ഇട്ടിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. ആൻഡ് ഈ ഒരു കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിറ്ററേച്ചർ സർവേക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും. ലിറ്ററേച്ചർ സർവേ കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മൾ ഒരു ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ചൂസ് ചെയ്യുന്ന, അതായത് നമുക്ക് ഏത് സ്ലൈഡ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ചൂസ് ചെയ്യുന്ന സ്ലൈഡ്സിന് കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ലൈഡ് ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ക്യാൻവ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്ലൈഡ്സ് ഗോ എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ തന്നെ ഒരു സ്ലൈഡ് എടുക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തീമിനനുസരിച്ചിട്ടുള്ള നിങ്ങൾക്ക് സ്ലൈഡ് എടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ഇങ്ങനെയുള്ള സ്ലൈഡൊന്നും പോയി എടുക്കരുത്. നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ. ഇവിടെ വന്നു. ഇതിന് ശേഷം വരുന്നതിൽ നിങ്ങളൊരിക്കലും, ഇതിൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷനാണ്, ഈ പറയുന്ന ഡാർക്ക് തീമൊന്നും പോയി നിങ്ങൾ ചൂസ് ചെയ്യരുത്. ബിക്കോസ് അത് ഡാർക്ക് തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അത് ഒരു നല്ലൊരു ഇംപ്രഷൻ കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചൂസ് ലൈക്ക് എ ലൈറ്റ് വൺ. ഇത് നല്ലതാണ്, എന്നിട്ട് നിങ്ങളതിൽ കസ്റ്റമൈസ് ചെയ്യുക. അതുപോലെ ഈ കാര്യം കുറച്ച് നല്ലതാണ്. കാര്യം ഇതിൽ ഡാർക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ, ബാക്കി വൈറ്റിൻ്റെ കോൺസെപ്റ്റ് വരുന്നുണ്ടോ. ഇതൊരു നല്ലൊരു തീമാണ്. അപ്പോൾ ഇങ്ങനത്തെ തീമുകൾ ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാതെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് കീപ്പ് ചെയ്യുക. ആൻഡ് ഇറ്റ് വിൽ റിഫ്ലക്റ്റ് യുവർ മാർക്ക്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഇങ്ങനൊരു സ്ലൈഡ് എടുത്തു, ഇനി സ്ലൈഡിൻ്റെ അകത്ത് എന്തൊക്കെ വരാം, ഈ ഒരു കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പറയുന്ന PPTയുടെ അകത്ത് എന്തൊക്കെ കോണ്ടൻറ്റുകളാണ് വെക്കേണ്ടത്, ആ ഒരു കാര്യം കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന PPTക്ക് നമുക്ക് ആദ്യം തന്നെ വേണ്ടതാണ് ലിറ്ററേച്ചർ സർവേ. നിങ്ങളത് കീപ്പ് ചെയ്യുക, ടേബിളിൻ്റെ ഫോമാറ്റിൽ കീപ്പ് ചെയ്യുക, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ റിസർച്ച് ഗ്യാപ്പുകളെ പറ്റി മെൻഷൻ ചെയ്യണം. പിന്നെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഒബ്ജക്റ്റീവ് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ അവസാനം നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ എന്ന രീതിയിലും കൂടി നിങ്ങൾക്ക് വെക്കണം. അപ്പോൾ ഈ പറയുന്ന Q&A സെഷനിലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ രീതിയിലുള്ള ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടൈം. പിന്നെ ആ ഒരു സമയത്ത് പിള്ളേരുകൾ, നമ്മുടെ കൊളീഗ്സ് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മളത് ആൻസർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു ബോണസ് പോയിന്റുകളായിരിക്കും മാർക്കിലേക്കുള്ള. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. ആൻഡ് ഐ നോ ദാറ്റ് എനിക്ക് കുറേയധികം കമൻറ്റുകൾ വന്നിരുന്നു, ലൈക്ക് ആക്ടിവിറ്റി പോയിൻ്റ് എങ്ങനെയാണ് പുതിയ സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ എല്ലാം നമ്മൾ ഈ ഒരു ചാനലിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തായാലും ചെയ്യും. സോ സ്റ്റേ ട്യൂൺഡ്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ ചോദിക്കുക. ആൻഡ് നമുക്കതിനെ പറ്റിയിട്ടുള്ള വീഡിയോ എന്തായാലും ചെയ്യാൻ. കാര്യം KTU റിലേറ്റഡുള്ള കുറേയധികം കോണ്ടന്റുകൾ നമുക്ക് ചെയ്യാനുണ്ട്. കാര്യം കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം.